ജയിച്ചില്ലല്ലേ? ഇല്ലയോ? ഇല്ല 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 ഇല്ല. നിങ്ങളുടെ ആരാ ജയിച്ച അവാർഡി? അവാർഡ് സജിൻ വർഗീസ്. ജോണിച്ചായം പിടിച്ചോ? 100-300 വോട്ടെങ്കിലും പിടിച്ചോ? ഞാൻ ഒരു വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അളിയന്റെ തന്നെ വോട്ടായിരിക്കും. അല്ല, അത് എന്റെ ആദ്യം ഒരു പിടുത്തമില്ല. ഞങ്ങൾ ചേട്ടച്ചാരും അതിനും അവരുടെ ബന്ധുക്കൾ തന്നെ ഒരു 5-6 പേരുണ്ടായിരുന്നു. അവർ പോലും തന്നില്ലെന്ന് ഓർക്കുമ്പോഴേ അളി എനിക്ക് ആകെ ഓരോ ഓട്ടനാണ്ടാ കിട്ടിയെന്നാ എനിക്ക് കിട്ടിയത് വരും. അത് ചുമ്മാ അങ്ങനൊന്നും ഒരിക്കലും വരത്തില്ല. കറക്റ്റ്. സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി കഴിയുമ്പോൾ ഇത് അറിയുമ്പോൾ ഇതും വൈറലാകും. കാരണം എന്താണെങ്കിലും 60 വോട്ടിനും 70 വോട്ടിനും തോറ്റ ഒത്തിരി പേരുണ്ട്. ഒറ്റ വോട്ടെ ആകെ സ്ഥാനാർത്ഥി പിടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമാകും കേട്ടോ. എന്തെങ്കിലും സൂചന കിട്ടിയോ? എന്നാലും അത് ചെയ്തത് ആരായിരിക്കും? എന്താ സംഭവം? ഇദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചായിരുന്നല്ലോ. ആ വാർഡിൽ ഇദ്ദേഹത്തിന് ആരോ ഒരു വോട്ട് ചെയ്തിരിക്കുന്നു. അത് സംശയിക്കാത്തത് പുള്ളിയുടെ തന്നെ ആയിരിക്കും. അതിന് എന്റെ വാർഡിലല്ല ഞാൻ മത്സരിച്ചത്. നഗരസഭ 24-ാം വാർഡ്. സ്വതന്ത്രരായ 2 പേരടക്കം 5 പേർ മത്സരിച്ചപ്പോൾ ഇടത് സ്ഥാനാർത്ഥി അജിൻ വർഗീസ് 66 വോട്ടിന് ജയിച്ചു. എബ്രഹാം PS-ന്റെ അഭിമാനം കാത്തത് അതൊരെണ്ണം മാത്രമാണ്. ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിച്ചത്. ബോർഡുകളും പോസ്റ്ററുകളും ഇറക്കി, വീടാന്തരം കയറി ഇറങ്ങി. എന്നിട്ടും ഒരേ ഒരാളുടെ ഉള്ളിലാണ് എബ്രഹാം തോമസ് തട്ടിയത്. പല വഴിക്കുള്ള അന്വേഷണത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആൾ മുന്നിലെത്തി സ്വയം വെളിപ്പെടുത്തുമെന്നാണ് എബ്രഹാം കരുതുന്നത്. ഓരോ ഒട്ടേ കിട്ടിയുള്ള വെച്ച് നോക്കുമ്പോൾ ഈ അബദ്ധവും പറ്റാം. കാരണം ഒരാൾ തന്നെ ഇങ്ങനെ വേറിട്ട് ചിന്തിക്കുന്നത് നമുക്കത് ചിന്തിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാൾ വന്നാൽ മികച്ച ഒരു സമ്മാനം തന്നെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പത്തനംതിട്ട ആനപ്പാറയിൽ പ്രവർത്തിക്കുന്ന സോണി മാക്സ് മൊബൈൽ സ്റ്റോറിന്റെ ഉടമയാണ് എബ്രഹാം.